ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരുള്ള ഫേ ഫ്യൂച്ചർ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു Q&A സെഷനാണ് വിത്ത് ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ മീര മാം. അപ്പോൾ നമുക്ക് Q&A സെഷനിലേക്ക് കിടക്കാം. ഇവിടെ വരുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും യൂഷ്വലി ഒരു ഐഡിയ ഉണ്ടാവാറുണ്ടോ അബൌട്ട് വാട്ട് യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് ദേ ഷുഡ് ജോയിൻ? ഇവിടെ വരുന്ന ഒരു 75% സ്റ്റുഡൻസിനും ഫ്യൂച്ചറിലേക്ക് അവർ എന്ത് കോഴ്സാണ് പഠിക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനോട് കൂടി വരുന്ന കുട്ടികളായിരിക്കും കൂടുതലായിട്ടും. ഫേ ഫ്യൂച്ചർ എങ്ങനെയാണ് ഇത്തരം കാൻഡിഡേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ടു ചൂസ് ദ റൈറ്റ് പ്രോഗ്രാം ആൻഡ് റൈറ്റ് യൂണിവേഴ്സിറ്റി? പല സ്റ്റുഡൻസിൻ്റെയും പ്രൊഫൈൽ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഓരോ സ്റ്റുഡൻസിൻ്റെയും പ്രൊഫൈൽ മനസ്സിലാക്കി അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സും ആ കോഴ്സ് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ടല്ല, ആ കുട്ടിക്ക് അവിടെ പോയിട്ട് ജോലിയും അതുപോലെ ഫ്യൂച്ചറിൽ PR-നും പറ്റുന്ന ഒരു കോഴ്സ് നോക്കിയിട്ടായിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. എബ്രോഡുള്ള യൂണിവേഴ്സിറ്റീസോ കോളേജസ് ആയിട്ട് നമുക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ മെയിനായിട്ടും ബോത്ത് പ്രൈവറ്റും അതേപോലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ്. കാരണം ഒരു സ്റ്റുഡൻറ്റിന് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പോയി കഴിയുമ്പോഴായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുള്ളത്. ഇത്തരം യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ് ഇവിടുത്തെ സർവീസസ് എൻഹാൻസ് ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് സർവീസുകൾ കിട്ടാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണത്തിൽ, അതായത് മെഡിക്കൽ ഇഷ്യൂ കാരണമാവാം, അല്ലാന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ കാരണം മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ള എന്തെങ്കിലും സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പോകാൻ പറ്റുമോ എന്നൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു കൺഫ്യൂഷൻസും വേണ്ട, നമ്മളുടെ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നമ്മൾ അവർക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാറുണ്ട്.